solve the initial value problem. Y double dash minus y dash minus 2y is equal to 3 e raised to 2x, y of 0 is equal to 0, y dash 0 is equal to minus 2. അപ്പോൾ ഇനിഷ്യൽ വാല്യൂ ഇപ്പോൾ ഒരു നോൺ ഹോമോജിനസ് ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഹോമോജിനസ് സൊല്യൂഷൻ സോൾവ് ചെയ്യുക. ഹോമോജിനസ് ഇക്വേഷൻ എന്താണ്, റൈറ്റ് സൈഡിന് 0 കൊടുക്കുക. അപ്പോൾ ആക്സിലറി ഇക്വേഷൻ കണ്ടുപിടിക്കണം. എന്തായിരിക്കും ആക്സിലറി ഇക്വേഷൻ? y ഡബിൾ ഡാഷിന് എമ്മും y ഡബിൾ ഡാഷിന് എം സ്ക്വയറും y ഡാഷിന് എമ്മും yക്ക് 1ഉം കൊടുക്കുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 വരണം, ആഡ് ചെയ്യുമ്പോൾ അല്ലേ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 വരണം, ആഡ് ചെയ്യുമ്പോൾ -1 വരണം അല്ലേ. അപ്പോൾ എം ഇസ് ഈക്വൽ ടു 2ഉം -1ഉം കിട്ടി. അപ്പോൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹോമോജിനസ് സൊല്യൂഷൻ എന്തായിരിക്കും? yh is equal to c1 e raised to 2x plus c2 e raised to -6. ഇതാണല്ലോ ഹോമോജിനസ് സൊല്യൂഷൻ. ഇനി പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇവിടെ ടു ഫൈൻഡ് പർട്ടിക്കുലർ സൊല്യൂഷൻ അത് ശ്രദ്ധിക്കണം. ഇവിടെ എപ്പോഴും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ആരൊക്കെ നോക്കണം. ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ഇവിടെ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡ് എന്താണ്, ഇവിടെ RHS is 3 e raised to 2x എന്നാണ്. അപ്പോൾ e raised to 2x വരുന്നുണ്ട് അല്ലേ, ഇവിടെ e raised to 2x ഇവിടെയുണ്ട്, റൈറ്റ് സൈഡും വരുന്നുണ്ട്. അല്ലെങ്കിലും 2 എന്താണ്, 2 ഈസ് എ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് വിത്ത് മൾട്ടിപ്ലിസിറ്റി 1 ആണ്. -1 ഈസ് എ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് വിത്ത് മൾട്ടിപ്ലിസിറ്റി 1 ആണ്. അപ്പോൾ 2 ഒരു പ്രാവശ്യം വരുന്നുള്ളൂ. ഹിയർ 2 ഈസ് എ characteristic root with multiplicity 1. 2 is a characteristic root with multiplicity 1. Hence, thus particular interval is the y is equal to c into x into e raised to 2x. വിട്ടു പോരുത്. അപ്പോൾ y ഡാഷ് വേണം cx into 2 e raised to 2x, അല്ല ഡെറിവേറ്റീവ് c e raised to 2x into 1 അതല്ലേ y ഡാഷ്. y ഡബിൾ ഡാഷ് എന്താ, 2cx into e raised to 2x ന്റെ ഡെറിവേറ്റീവ് എന്താ, 2cx into e raised to 2x ന്റെ ഡെറിവേറ്റീവ് 2e raised to 2x plus 2c e raised to 2x into x ന്റെ ഡെറിവേറ്റീവ് 1 plus 2c e raised to 2x. y double dash is 4cx. പ്രോഡക്റ്റ് റൂൾ ആണ് ഇവിടെ ചെയ്തത്, ശരിയായോ? 4cx e raised to 2x plus 4c e raised to 2x y double dash ആയി. ഇനി ഗിവൺ ഇക്വേഷൻ എന്താണ്? ഗിവൺ ഇക്വേഷൻ y double dash minus y dash minus 2y is equal to 3 e raised to 2x. y double dash ന്റെ പ്ലേസിൽ ഇത് കൊടുക്കാമല്ലോ. ഇത് 1 2 3 substituting 1 2 and 3 we get y double dash in the place 4cx e raised to 2x plus 4c e raised to 2x minus y dash in the place 2cx e raised to 2x plus c e raised to 2x minus 2y 2cx e raised to 2x is equal to 3 e raised to 2x. ഒരു e raised to 2x കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
dividing e raised to 2x implies 4cx plus 4cx plus 4c minus c അല്ലെ മൈനസ് അകത്ത് പോകുമ്പോഴേ ഇവിടെ മൈനസ് അകത്ത് പോകും minus 2cx minus 2cx minus c പിന്നെയോ ഒരു minus 2cx is equal to 3 ഇവിടെ 4cx minus 2cx അങ്ങ് പോയി പിന്നെന്താ 4c minus c 3c is equal to 3 c is equal to 1 then particular ഇതുവരെയുള്ളത് നമുക്ക് കുഴപ്പമില്ല particular solution is y is equal to എന്താ particular solution പറയണേ cx e raised to 2x അല്ലേ cx into e raised to 2x y is equal to c1 ആണ് x e raised to 2x yp അല്ലെ particular solution general solution എന്താണ് general solution is homogeneous solution plus particular solution അങ്ങനെയല്ലേ homogeneous solution plus particular solution അല്ലേ homogeneous solution നമ്മൾ എങ്ങനെ എഴുതിക്കുന്നു c1 e raised to 2x plus c2 e raised to minus x plus particular solution is x e raised to 2x ഇതാണല്ലോ c1 ഓക്കെ ഇനി നിങ്ങൾ ആരെങ്കിലും ഈ c1 e raised to minus x plus c2 e raised to 2x എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല കേട്ടോ c1 c2 കോൺസ്റ്റൻസ് അല്ലേ ഇനി നോക്കിയേ ഇനി നമുക്ക് ഇവിടെ എന്ത് വേണം c1 c2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിരിക്കുന്നത് അല്ലേ ഇത് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം അല്ലേ ഇവിടെ സീറോയും തന്നെയല്ല y0 y'0 അപ്പോ നമുക്ക് y ഓഫ് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം ദാറ്റ് ഈസ് y of x is equal to അങ്ങനെ എടുക്കാം സൊല്യൂഷൻ y of x എന്നൊക്കെ വിചാരിക്കാമല്ലോ y of x is equal to എന്താണ് c1 e raised to 2x plus c2 e raised to minus x plus അല്ലേ plus x e raised to 2x നമുക്ക് ഇവിടെ y dash കൂടി കണ്ടുപിടിക്കാം എങ്കിലേ നമുക്ക് what is y dash x ഇവിടെ 2c1 2c1 e raised to 2x ഡെറിവേറ്റീവ് എടുക്കാൻ അറിയാത്തവരാരും ഇല്ലല്ലോ c2 e raised to minus x ഡെറിവേറ്റീവ് c2 e raised to minus x into minus 1 that is minus c2 e raised to minus x ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണേ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് അല്ല e raised to 2x ഡെറിവേറ്റീവ് 2 e raised to x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ e raised to 2x into ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇക്വേഷൻ ബി എന്നെടുത്തു നമുക്ക് y of 0 y dash 0 തന്നിട്ടുള്ളത് കൊണ്ട് put x is equal to 0 in equation a യിൽ x ന് 0 കൊടുത്താൽ എന്താവും y of 0 is equal to e raised to 0 1 ആണ് c1 e raised to 0 plus c2 e raised to 0 plus 0 y of 0 അവർ തന്നിട്ടുണ്ട് എത്രയാണ് തന്നിട്ടുള്ളത് y of 0 0 എന്ന് തന്നിട്ടുള്ളത് അപ്പോൾ 0 is equal to അല്ലേ y of 0 0 എന്നല്ല നിൽക്കണേ c1 plus c2 ഇവിടെ നിന്ന് c1 plus c2 is equal to 0 അടുത്ത് substitute x is equal to 0 in equation b യിൽ കൊടുത്താലോ y dash 0 is equal to 2c1 e raised to 0 minus c2 e raised to 0 plus ഇവിടെ 2x അല്ലേ ഇവിടെ 0 കൊടുക്കുമ്പോൾ 0 ആയി പോകും plus e raised to 0 y dash 0 എത്ര തന്നിട്ടുള്ളത് -2 ആണ് അല്ലേ -2 is equal to 2c1 minus c2 plus 1 അപ്പോൾ 2c1 minus c2 ഈ 1 കൊണ്ടുപോയാൽ -3 ആവും ദാറ്റ് ഈസ് ഇക്വേഷൻ ഡി ഇക്വേഷൻ സിയും ഇക്വേഷൻ ഡിയും സോൾവ് ചെയ്യുമ്പോൾ c1 c2 കിട്ടും ആ c1 c2 ഇക്വേഷൻ നമ്പർ എയിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ആൻസർ ആയി അത്രയേ ഉള്ളൂ ഇവിടെ സോൾവിങ് equation C and equation D
C എന്താ C1 plus C2 is equal to 0. D എന്താ 2C1 minus C2. 2C1 minus C2 is equal to minus 3. നമുക്കിവിടെ ആഡ് ചെയ്താൽ മതി അല്ലേ? സിയും ഡിയും കൂടി ആഡ് ചെയ്താൽ, കാരണം C2 മൈനസ് C2 അങ്ങോട്ട് 0 ആയി പോകുമല്ലോ. C1 plus 2C1 3C1, മറ്റേത് ഇവിടെ 0 ആയി, 0C2 minus 3. C1 is equal to എന്തായി? -1 ആയി. ഇനി C2 എന്ന് വെച്ചാൽ C1 plus C2 is equal to 0 അല്ലേ? അപ്പൊ അവിടെ നിന്ന് C2 എന്താ? minus C1, C2 is equal to minus of minus 1, 1. C2 is equal to minus of minus 1 is equal to 1. അപ്പോൾ general solution എന്താവും? Thus the general solution is C1 ന്റെ വാല്യൂ C2 ന്റെ വാല്യൂ കൊടുക്കുക, C1 minus 1 ഉം C2 1 ഉം കൊടുക്കുക. Y is equal to particular solution അല്ലേ? particular solutionൽ കോൺസ്റ്റന്റ്സ് ഒന്നും ഇല്ലല്ലോ. particular solutionൽ ഫിക്സഡ് ആണ് എവിടെ ചെയ്താൽ, ഇനിഷ്യൽ വാല്യൂവിലും ബൗണ്ടറി വാല്യൂവിലും ഒക്കെ. particular solution എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ ഫൈനൽ സൊല്യൂഷനിലല്ലേ നമ്മൾ ഇത് അപ്ലൈ ചെയ്തേ? എടോ ഇവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്തേ. പർട്ടിക്കുലർ സൊല്യൂഷൻ കൂടി ആഡ് ചെയ്ത ശേഷമല്ലേ നമ്മൾ ഇത് y ഡാഷും y ഡബിൾ ഡാഷും y ഡാഷും ഇവിടെയല്ലേ എക്സിന് 0 കൊടുത്തത്. അല്ലാതെ ഇവിടെ വെച്ച് നിങ്ങൾ ചെയ്യരുത്. ഇവിടെ വെച്ച് ഹോമോജിനസ് സൊല്യൂഷൻ കണ്ടുപിടിച്ച ഉടനെ C1 ഉം C2 ഉം കണ്ടുപിടിച്ച് കളയാമെന്ന് വിചാരിക്കല്ലേ. ഇവിടെ വെച്ച് ചെയ്യല്ലേ. ഇവിടെ വെച്ച് നിങ്ങൾ ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യരുത്, അബദ്ധമാവും. നമ്മൾ എന്ത് ചെയ്തു? പർട്ടിക്കുലർ സൊല്യൂഷനും കൂടി ചെയ്ത ശേഷമാണ് അത് C1 ഉം C2 ഉം കണ്ടുപിടിക്കാൻ പണി തുടങ്ങിയത് അല്ലെ? പർട്ടിക്കുലർ സൊല്യൂഷൻ വരെ എത്തിയല്ലോ, ഇതുവരെ എത്തിയല്ലോ. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് സ്റ്റെപ്പായി. ഇതിന് ശേഷമാണ് ഇനിഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തത്. പിന്നെ എന്തിനാ ഇനി വേറെ? y is equal to എന്താവും? C1 ന്റെ പ്ലേസിൽ -1, -1 into e raised to 2x. C2 ന്റെ പ്ലേസിൽ 1, C2 എത്ര? 1 into e raised to -x. അങ്ങനല്ലേ ജനറൽ സൊല്യൂഷൻ? അതല്ലേ C1 e raised to 2x plus C2 e raised to -x plus x e raised to 2x. x e raised to 2x. This is the final solution. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? Solve the initial value problem. Y double dash plus y is equal to 0.001 x square, comma y of 0 0, y dash 0 1.5. So given y double dash plus y is equal to 0.001 x square, equation 1. homogeneous equation എടുക്കാലോ. consider the homogeneous equation y double dash plus y is equal to 0. എന്താ അതിന്റെ d y double dash ന് പകരം എന്ത് കൊടുക്കാം? d square plus 1 is equal to 0 അല്ലേ? ആക്ച്വലി ഇതെന്താണ്? y double dash എന്ന് വെച്ചാൽ d square y plus y is equal to 0 എന്നാണ്. ഇതിനെ നമ്മൾ d square plus 1 into y is equal to 0 എന്നാണ്. എന്തായാലും y is equal to 0 എന്ന സൊല്യൂഷൻ എടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇതിന്റെ ഹോമോജിനസ് ആണെങ്കിൽ ആവും y is equal to 0 സൊല്യൂഷൻ. നമ്മൾ നോൺ സീറോ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കുന്നത് വിചാരിക്കുക. അത് അല്ലെങ്കിലും ഇത് ഹോമോജിനസ് ഇക്വേഷൻ അല്ലല്ലോ. അപ്പോൾ ഹോമോജിനസിന്റെ സൊല്യൂഷൻ നമ്മൾ y is equal to 0 എടുക്കാറില്ലല്ലോ. m സ്ക്വയർ d സ്ക്വയർ പ്ലസ് 1 is equal to 0. അപ്പോൾ ഇവിടെ നിന്ന് ആക്സിലറി ഇക്വേഷൻ എന്തായിരിക്കും? അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്തായിരിക്കും? ക്യാരക്ടറിസ്റ്റിക്
Characteristic equation is m square plus 1 is equal to 0. M square is equal to minus 1. M is equal to square root plus or minus square root of minus 1. M is equal to 0 plus or minus root of minus 1 I അല്ലേ I into 1 എന്നാണ്. ഇത് ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ അല്ലേ. ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ആണെങ്കിൽ ഹോമോജിനസ് ഇക്വേഷന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്തായിരിക്കും? ഹോമോജിനസ് സൊല്യൂഷൻ ഈസ് ഹോമോജിനസ് സൊല്യൂഷൻ അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഈസ് എന്താ? y h is equal to എന്താ e raised to 0x into c1 cos 1x അല്ലേ പ്ലസ് c2 sin 1x അങ്ങനെയല്ലേ? e raised to 0 1 അല്ലേ? അപ്പോൾ എന്താവും? ദാറ്റ് ഈസ് y is equal to c1 cos x plus c2 sin x. ഇതാണ് ഹോമോജിനസ് സൊല്യൂഷൻ. ഇനി പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കണം അല്ലേ? e raised to 0 ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ അടുത്ത പർട്ടിക്കുലർ സൊല്യൂഷൻ എന്താ? പർട്ടിക്കുലർ ഇന്റഗ്രൽ ഓഫ് റൈറ്റ് സൈഡിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം അല്ലെ? ലെഫ്റ്റ് സൈഡിന്റെ സൊല്യൂഷൻ നമുക്ക് ഇതിങ്ങനെ കിട്ടിയത് ഹോമോജിനസ് സൊല്യൂഷൻ. പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ആരെയാ? 0.001 x square 0.001 x square that is ഇതെന്താണോ? ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. അപ്പോൾ ഇവിടത്തെ it is a second degree polynomial. Clearly it is a second degree polynomial. Second degree polynomial വന്നാൽ നമ്മൾ എങ്ങനെ എടുക്കുക? സ്റ്റാൻഡേർഡ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ. ദാറ്റ് ഈസ് particular solution is particular interval is yp is equal to പിന്നെ എടുക്കാം y is equal to എങ്ങനെയാ? a plus bx plus cx square ഇങ്ങനെ എടുക്കണം. y plus bx a plus bx plus ഇതല്ലേ സ്റ്റാൻഡേർഡ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇനി എയും ബിയും സിയും കണ്ടുപിടിച്ചാൽ മതി. y ഡാഷ് എന്താ? ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ a ന്റെ ഡെറിവേറ്റീവ് 0, b എയും ബിയും സിയും കോൺസ്റ്റന്റ് ആണല്ലോ. bx ന്റെ ഡെറിവേറ്റീവ് b cx സ്ക്വയറിന്റെ 2cx. y ഡബിൾ ഡാഷ് എന്താ? b ന്റെ 0 2c. അപ്പോ 2 3 4 substitute equation 2 3 and 4 in equation 1 ആരാണ്? y double dash plus y is equal to എന്താണ്? x 0.001 x square അല്ലേ? y double dash എന്താണ്? 2c plus y എന്താണ്? a plus bx plus cx square is equal to 0.001 x square 0.001 x square. അപ്പോൾ എന്താവും? ദാറ്റ് ഈസ് cx ഒന്ന് ഭംഗിയായിട്ട് എഴുതാം. cx സ്ക്വയർ പ്ലസ് bx പ്ലസ് 2a പ്ലസ് 2c അങ്ങനെ എഴുതല്ലേ? cx സ്ക്വയർ പ്ലസ് bx പ്ലസ് 2c plus a is equal to 0.001 x square. ആക്ച്വലി ഇതെന്താണ്? 0.001 x square പ്ലസ് 0x പ്ലസ് 0 എന്നൊക്കെ എടുക്കാമല്ലോ. ഈ രണ്ടിടെ ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും? ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ചെയ്താൽ
ലെഫ്റ്റ് സൈഡിൽ ആരാണ് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് സി, റൈറ്റ് സൈഡിൽ ആരാണ് 0.001. അപ്പോൾ സി ആയി. ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്, എക്സിന്റെ കോഎഫിഷ്യന്റ് ചെയ്യുമ്പോഴോ ലെഫ്റ്റ് സൈഡിൽ ബി ആണ്, റൈറ്റ് സൈഡിൽ 0 ആണ്. ഇക്വേറ്റിംഗ് കോൺസ്റ്റന്റ് ടേം, രണ്ട് പോളിനോമിയൽ ഈക്വൽ ആകുമ്പോൾ കറസ്പോണ്ടിങ് ടേംസിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യാലോ. 2c പ്ലസ് എ ആണ് എന്തോന്ന് 0 കോൺസ്റ്റന്റ്. നമുക്ക് വേണ്ടത് എ ആണ് അല്ലേ. സി ആയി ബി ആയി. എക്ക് വേണ്ടി ആയി പണിച്ചത്. എ ഇസ് ഈക്വൽ ടു മൈനസ് 2c. എ ഇസ് ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു 0.001. എ ഇസ് ഈക്വൽ ടു മൈനസ് 0.002. അപ്പോൾ എ ആയി ബി ആയി സി ആയി. then particular solution is y is equal to അല്ലെങ്കിൽ yp is equal to a, അങ്ങനെയല്ലേ നമ്മൾ എങ്ങനെ എടുത്തിരിക്കുന്നത്, a plus bx plus cx square. a plus a എന്ന് വെച്ചാൽ മൈനസ് 0.002 plus bx 0x cx square plus 0.001 x square അല്ലേ. So that is particular solution is yp is equal to 0.001 x square minus 0.002. This is yp. yh ഉം yp ആയല്ലോ. General solution is, thus the general solution is, എന്താണ് general solution? y is equal to homogeneous solution plus particular solution. So that is y is equal to homogeneous solution ഏതാ, c1 cos x plus c2 sin x, c1 cos x plus c2 sin x plus yp 0.001 x square minus 0.002. നോക്കണേ, ഇതിന് ഇക്വേഷൻ എ എന്ന് ഞാൻ എടുത്തു. ഇനി എന്ത് ചെയ്യാം, നമുക്ക് തന്നിരിക്കുന്ന c1 c2 കണ്ടുപിടിക്കാം. ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. അപ്പോൾ എന്താ അവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, c1 c2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് തന്നിരിക്കുന്നത്, y of 0 y dash 0 തന്നിരിക്കുന്നു. ഇത് y of x ആണ് അല്ലേ. ആക്ച്വലി ഇത് y of x ആണ്. നമുക്കിവിടെ y ഡാഷും കൂടി ഒന്ന് കണ്ടുപിടിക്കാം. y dash x എന്താവും, c1 cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് cos x sin x അല്ലേ, പ്ലസ് c2 sin x cos x, പിന്നെ 0.001 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ഇൻറ്റു 0.001, അപ്പോൾ പ്ലസ് 0.002 എക്സ്. അടുത്തത് 0 അല്ലേ, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 അല്ലേ, ബി ആയല്ലോ. കൊടുത്താലോ, x is equal to 0 in equation A കൊടുക്കാം. x ന് 0 കൊടുക്കുമ്പോൾ എന്താവും, y of 0 is equal to c1 cos 0 plus x ന് 0 കൊടുത്താൽ മതി, c2 sin 0, അടുത്ത് 0 സ്ക്വയർ ആവും മൈനസ് 0.002. y of 0 തന്നിട്ടുണ്ട്, എത്രയാണ് തന്നിട്ടുള്ളത്, 0 തന്നിട്ടുള്ളത്. അപ്പോൾ എളുപ്പമായി, 0 is equal to c1 cos 0 1 ആണ്, പ്ലസ് sin 0 0 ആണ്, മൈനസ് 0.002. ഇവിടുന്ന് c1 കിട്ടി. എത്രയാ, 0.002 എന്ന് വെച്ച് c1 കിട്ടി. ഇനി c2 കിട്ടണം. c2 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ x ന് 0 കൊടുക്കുക.
Put x is equal to 0 in equation B. Y dash 0 is equal to ഇവിടെ 0 minus c1 sin 0 plus c2 cos 0 അല്ലേ, minus c1 sin 0 plus c2 cos 0 plus 0.00 into 2 into 0, അത് 0 ആയി. y dash 0 എത്രയാണ് തന്നിരിക്കുന്നത്? 1.5. 1.5 is equal to sin 0 0 ആണ്, cos 0 1 ആണ്, അപ്പോൾ c2 1.5 കിട്ടി അല്ലേ. substitute c1 and c2, substitute c1 and c2, substitute c1 and c2, then equation a എന്തായിട്ട് മാറും? equation a എന്തായിട്ട് മാറും? y of x is equal to എന്താ, c1 cos x. c1 എത്ര കിട്ടി? c1 0.002 0.002 cos x plus c2 എത്ര? 1.5 sin x, പിന്നെയോ ഹോമോജിനസ് ഇവിടെ ബാക്കി എത്രയുണ്ട്? 0.001 x സ്ക്വയർ പ്ലസ് 0.001 x സ്ക്വയർ മൈനസ് 0.002. This is the final solution.